പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് മർക്കോസ് 14:32 മുതലുള്ള വചനം, ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ആ സംഭവം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇച്ചിരി സമയമെടുക്കും, നമുക്ക് കുറേ സാധിക്കുന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3-മതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് എത്തി. ഗെത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം, ഗെത്സമനി എന്ന വാക്ക്, അത് പറയുന്നതിന് മുമ്പ് ഈ ജിയോഗ്രഫി നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ മർക്കോസിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരിങ്ങനെ മല കയറി ഈ കദ്രോൺ തോട് കടന്ന് മല കയറി ഒലിവ് മലയിലേക്ക് പോവാണ്. ആ ഒലിവ് മലയിലെ ഒരു തോട്ടമാണ് ഗെത്സമനി. അപ്പോൾ ആ ഗെത്സമനി എന്ന് പറയുന്ന സ്ഥലത്ത് ആ വാക്കിൻ്റെ അർത്ഥം ഓയിൽ പ്രസ് എന്നാണ്, എണ്ണച്ചക്കെന്നാണ്. എന്ന് പറഞ്ഞാൽ എണ്ണയാട്ടുന്ന പ്രസ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ലൊക്കേഷൻ, ഈശോ തിരഞ്ഞെടുത്ത ലൊക്കേഷനും ഈശോയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും തമ്മിലുള്ള ബന്ധമാണത്. ഈശോ തിരഞ്ഞെടുത്ത ആ സ്ഥലം, അതായത് എണ്ണയാട്ടുന്നത് പോലെ, മുന്തിരി ഞെക്കിപ്പിഴിയുന്നത് പോലെ, യേശു പീഡാനുഭവത്തിൻ്റെ ഏറ്റവും പരമമായ വേദന അനുഭവിക്കാൻ പോകുന്ന ലൊക്കേഷനുകളിൽ ഒന്നാണിത്, ഈ ഗെത്സമനി. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ ഒരുപക്ഷെ കർത്താവ് തിരഞ്ഞെടുത്ത്. വേറൊരു സാഹചര്യം ഉള്ളത്, ഈ ഗെത്സമനിയിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിൽ യേശു ശിഷ്യന്മാരും മിക്കവാറും വന്ന് അവർ ഒരുമിച്ച് വന്ന് ഇരിക്കുമായിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്, 7-ാം അധ്യായത്തിൻ്റെ അവസാനമൊക്കെ കാണുന്നുണ്ട്, ഈശോ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി, യേശു ആകട്ടെ ഒലിവ് മലയിലേക്ക് പോയി. അപ്പോൾ അന്ന് രാത്രി ഈശോ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഈ ഗെത്സമനിയിലെ ഈ ഗുഹയ്ക്കകത്തായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗുഹ പോലൊരു സ്ഥലം, അവിടെ കർത്താവ് ശിഷ്യന്മാരും ഒരുമിച്ച് വന്ന് ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്കാവണം ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ആ ഗെത്സമനിയിലേക്കാണ്, ഗുഹയിലേക്കല്ല, ആ ഗെത്സമനിയിലേക്കാണ് ഈശോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതൊരു തോട്ടമാണ്, ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്നൊരു സ്ഥലമാണ്. ഇതൊരു തോട്ടമാണ്, ഇതൊരു ഗാർഡനാണ് അല്ലേ? ആഗണി ഇൻ ദ ഗാർഡൻ, തോട്ടത്തിൽ അല്ലേ, തോട്ടമാണത്. അപ്പോൾ 2 തോട്ടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇതുപോലൊരു തോട്ടം ബൈബിളിലുണ്ട്. ഏതാണത്? അത് ഏദൻ, ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടമാണ്. ഈ ഏദൻ തോട്ടം അനുസരണക്കേടിൻ്റെ തോട്ടമാണ്. ഈ ഗെത്സമനി എന്ന തോട്ടം പൂർണ്ണമായ അനുസരണത്തിൻ്റെ തോട്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൻ്റെ ഒരു പരിഹാരം നടക്കാൻ പോവാണ് ഇവിടെ. അത് നമ്മൾ കാണും. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അവസാനം വരുമ്പോൾ, അയ്യോ ശരിക്കും ഇതൊരു തോട്ടമായിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലായി. ഇത് ശരിക്കും ഏദൻ തോട്ടം, അവിടെ ആ പാരലിസം നമുക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ 52 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുക, ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതിന് പരിഹാരം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പീക്ക് മൊമെൻറ്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പാരലിസം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അനുസരണക്കേട് കാണിച്ചവൻ ആ അനുസരണക്കേട് മൂലം മരണം ഇരന്നു വാങ്ങിയ സ്ഥലമാണ് ഏദൻ തോട്ടം. ഈ ഗത്സമനിയിൽ പൂർണ്ണമായ അനുസരണം മൂലം എല്ലാ മരണവും ഒഴിവാക്കപ്പെടാൻ ദൈവത്തിൻ്റെ പുത്രൻ സഹിക്കുന്ന സ്ഥലമാണ് ഗത്സമനി. അപ്പോൾ ആ തോട്ടം. പിന്നെ വായിക്കാം, അവർ ഗത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത്? യേശു. എപ്പോഴും ഓർത്തിരിക്കണം, ഈ ലോകത്ത് കുർബാന അർപ്പിക്കുന്നത് ആരാണ്? യേശു. പ്രാർത്ഥിക്കുന്നത് ആരാണ്? യേശു. പരിഹാരം ചെയ്യുന്നത് ആരാണ്? യേശു. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? എപ്പോഴും ഓർത്തിരിക്കണം, തിരുസഭയുടെ എല്ലാ പ്രാർത്ഥനകളും ലീഡ് ചെയ്യുന്നത് യേശുവാണ്. യേശു നയിക്കുന്ന ഒരു പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രെയറിനെ എപ്പോഴും അങ്ങനെ മനസ്സിലാക്കാവൂ, പ്രാർത്ഥിക്കുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് പിതാവിനും മനുഷ്യർക്കും ഇടയിൽ അവൻ ഏകമധ്യസ്ഥൻ. പ്രാർത്ഥിക്കുന്നത് ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി എല്ലാം അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാകുവോളം അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. പിതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ, ബോധങ്ങളും വിചാരങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് ഉയരട്ടെ എന്ന് എല്ലാ ലിറ്റർജിയിലും അത് വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും എല്ലാം യേശുവാണ്. നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, നമ്മളത് പങ്കെടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ അർത്ഥം, ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അപ്പം ഈശോ എന്താ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ ഒന്ന് ഇരിക്കും. ഇൻസേനു ജേസുവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പലതവണ പറഞ്ഞു, നമുക്കെല്ലാം അറിയാതെ. ആ പുസ്തകം മുഴുവൻ പറയുന്നത് എന്താ? നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കേ. അപ്പോൾ എത്ര മോശപ്പെട്ടൊരു ജീവിതത്തെയും ഞാൻ പരിവർത്തനം ചെയ്ത് മാറ്റിമറിച്ച് വിശുദ്ധീകരിക്കാം, നിങ്ങൾ ഇരിക്കേ. അപ്പോൾ ക്രിസ്തീയ സുവിശേഷം അനുസരിച്ച് എല്ലാം പാപപരിഹാരം ചെയ്യുന്നത് യേശു, പ്രസംഗിക്കുന്നത് യേശു, പ്രാർത്ഥിക്കുന്നത് യേശു, സഹിക്കുന്നത് യേശു, എല്ലാം യേശുവാണ്. ആ യേശുവിനോട് നമ്മൾ ഐക്യപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു പോകാൻ പാടില്ല. ഈശോയെ സ്നേഹിക്കാൻ എന്താ വഴി? ഈശോയുടെ അടുത്ത് പോയിരിക്കുക. അതാ കർത്താവ് പറയും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ ചെയ്തോളാം. വീണ്ടും 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 ആവർത്തിച്ച് വരുന്നൊരാശയം അതാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തെന്നറിയാം? ഈ പെസഹ രാത്രി യഹൂദൻ്റെ നിയമം അനുസരിച്ച് ആരും ഉറങ്ങാൻ പാടില്ലാത്ത രാത്രിയാണ്. നൈറ്റ് വിജിലുള്ള രാത്രിയാണത്. പെസഹ ഭക്ഷിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല. ആദ്യത്തെ പെസഹ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോഴും ഉറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പുറപ്പാട് 12 സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. ഈ സംഹാരദൂതൻ കടന്നു പോകുന്നത് എപ്പോഴാണ്? പുറപ്പാട് 12 വായിച്ചാൽ മതി. പിന്നീട് സംഹാരദൂതൻ കടന്നു പോകുന്നത് എപ്പോഴാണ്? ഏത് സമയത്താണ്? സന്ധ്യയ്ക്കാണോ, രാത്രിയിലാണോ, വെളുപ്പാങ്കാലത്താണോ? അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രിയിലാണ്. അപ്പോൾ ഉറങ്ങാൻ പാടില്ല. വാതിൽപ്പടി വിട്ടാരും പുറത്തു പോകാൻ പാടില്ല. എല്ലാവരും വീടിനകത്ത് തന്നെ ഇരുന്നോണം. ഉറങ്ങരുത്, വീടിനകത്ത് തന്നെ ഇരുന്നോണം. അവരുറങ്ങാതിരുന്നത് കൊണ്ടാണ് ഈജിപ്തുകാരുടെ വീടുകളിൽ നിന്ന് ഉയർന്ന നിലവിളികൾ അവർ കേട്ടത്. ഉറങ്ങാതിരിക്കുകയാണ്. ആ രാത്രി സംഹാരദൂതൻ കടന്നു പോകും. അപ്പോൾ ഈശോ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കണം. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി. എവിടുന്ന? അപ്പോൾ ഈ ഗുഹയിൽ വന്നു എന്ന് വിചാരിച്ചോ. ഈ ഗുഹയിൽ എല്ലാവരും കൊണ്ടിരുന്നു. എത്ര പേരുണ്ട്? 11 പേരേ ഉള്ളൂ. ഇപ്പം ഒരാൾ മിസ്സിംഗ് ആണ്. 11 പേരുണ്ട്. ഈശോയും ഉണ്ട്, 12 പേരുണ്ട്. എല്ലാവരും ഇരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, നിങ്ങളിവിടെ ഇരിക്കണം. എന്നിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം വിളിച്ചു. എന്നിട്ട് അവരെ മാത്രം കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി.
ഇത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്, അല്ലേ? പര്യാകുലനാകാനും പിന്നെന്താണ്, അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ അവരോട് പറയുകയാണ്. അപ്പോൾ ഈ സമയം ഓർത്തിരിക്കണം. സമയം എപ്പോഴാ? 9 to 12 ആണിത് കേട്ടോ. 9 മണി മുതൽ 12 മണി വരെ ഈ സമയം ഓർത്തിരിക്കണം, പ്രധാനപ്പെട്ടതാണ്. 10, 11, 12, 12 മണി വരെ, അർദ്ധരാത്രി വരെ. അർദ്ധരാത്രിയിൽ എന്നാ പ്രശ്നം? പറ. പെസഹ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ എന്താ പ്രശ്നം? സംഹാരദൂതൻ കടന്നു പോകും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ പശ്ചാത്തലം ഇതിനെല്ലാം പുറകിലുണ്ട്. ആ നിഴൽ, പെസഹായുടെ നിഴൽ വീണ് കിടപ്പുണ്ട് ഇതിനകത്തെല്ലാം. അപ്പോൾ ഇവൻ ശിഷ്യന്മാരെ അവിടെ ഇരുത്തി, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, നിങ്ങളിവിടെ ഇരിക്കണം, ഉണർന്നിരിക്കണം. പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ വിളിച്ച് അവരുടെ കൂടെ നിന്നിട്ട് വല്ലാതെ വിഷമിക്കാനും വേദനിക്കാനും തുടങ്ങി. എന്നിട്ട് കർത്താവ് അവരോടും നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ചു മാറി. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഏത് മണിക്കൂർ? ഏത് മണിക്കൂർ? ഏത് മണിക്കൂർ? ഏത് മണിക്കൂറാണെന്നറിയാമോ? നമുക്ക് പിന്നീട് കാണാം ഏത് മണിക്കൂറാണ്. ഈശോ വളരെയധികം ഭയപ്പെട്ട ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ ഈശോ ഒത്തിരി പേടിച്ചു. ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന ഇതാണ്, കർത്താവേ കഴിയുമെങ്കിൽ എന്താണ്, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ പാനപാത്രം അകന്നു പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പാനപാത്രം അകന്നു പോകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നു, ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ. അത് ഏത് മണിക്കൂറാണ്? ഈശോ എന്തിനാ ആ മണിക്കൂറിനെ പേടിച്ചേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്ത് എത്രയോ മനുഷ്യർ മരണത്തിന് മുമ്പിൽ ധൈര്യമായിട്ട് നിന്നിട്ടുണ്ട്, പേടിക്കാതെ. കർത്താവ് എന്തിനിങ്ങനെ കരയുന്നേ? സാധാരണക്കാരായ മനുഷ്യർ മരണത്തിന് മുമ്പിൽ പേടിക്കാൻ നിന്നില്ലേ? ഈശോയെ പ്രതി സിംഹത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്തപ്പോൾ, കൊളോസിയങ്ങളിൽ വെച്ച് വന്യമൃഗങ്ങൾക്കിരയായി വലിച്ചെറിയപ്പെട്ടപ്പോൾ, ആംഫി തിയേറ്ററുകൾ വെച്ച് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, വഴിയരികൾ പന്തങ്ങളായിട്ട് കത്തിച്ച് നിർത്തപ്പെട്ടപ്പോൾ ധൈര്യമായിട്ട് നിന്നില്ലേ മനുഷ്യർ? വിശുദ്ധ ലോറൻസിനെയൊക്കെ ചട്ടിക്കകത്തിട്ട് തിളപ്പിച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഹാഫ് ഡൺ, പകുതി റെഡിയായി തിരിച്ചിടാൻ പറഞ്ഞില്ലേ? ഈശോ എന്തിനെങ്ങനെ കരയുന്നേ? അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. ഇത് മരണത്തെ പേടിക്കുന്നൊന്നും അല്ലിത്. ഈശോ എന്തിനെയോ പേടിക്കുകയാണ്. ഈശോ എന്തിനെയോ ഓർത്ത് അസ്വസ്ഥനാവുകയാണ്. ഒരു മണിക്കൂർ വരാൻ പോകുന്നുണ്ട്. ദൈവമേ, ആ മണിക്കൂറൊന്ന് ഒഴിവാക്കി തരാമോ? ഞാൻ മരിച്ചോളാം, ഞാൻ സഹിച്ചോളാം, ആ മണിക്കൂറൊന്ന് ഒഴിവാക്കി തരാമോ? അതായി പറയുന്നത്. മരണത്തിൽ നിന്ന് ശരിക്കും മരിക്കാൻ മനസ്സില്ല എന്നല്ല, അങ്ങനെ ആവില്ല പറയുന്നത്. മറിച്ച് ആ മരണത്തിലേക്ക് പോകുന്ന ആ പീഡാനുഭവത്തിനിടയിൽ എവിടെയോ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മണിക്കൂറുണ്ട്. അതൊന്ന് മാറ്റിത്തരാമോ? അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് മരണത്തോളം ദുഃഖിതമായി, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കും, നിങ്ങളിവിടെ ഉണർന്നിരിക്കുവാൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ഈ ബൈബിളിൽ പാനപാത്രം, കപ്പ് എന്ന് പറയുന്ന വാക്ക് ഒത്തിരി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സമയത്തും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വളരെ ഭയാനകമായ ദൈവത്തിൻ്റെ ക്രോധം
ഒരു മനുഷ്യൻ്റെ മേൽ അല്ലെ ഒരു സമൂഹത്തിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ചാണ്. ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ദ കപ്പ് ഓഫ് റോത്താണ്, ക്രോധത്തിൻ്റെ പാനപാത്രമാണ്, ദൈവത്തിൻ്റെ ശിക്ഷയുടെ പാനപാത്രമാണ്. ദൈവം മനുഷ്യൻ്റെ തിന്മയ്ക്ക് മനുഷ്യനെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഈ പാനപാത്രം. എപ്പോഴും ബൈബിളിൽ അത് ഉപയോഗിക്കുന്നതിൽ മോസ്റ്റ്ലി അത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട ദൈവത്തിൽ നിന്ന് വരുന്ന അല്ലെ ദൈവം അനുവദിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്ന മഹാഭയാനക വേദനയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഏതാണ്ട് 17ഓളം സന്ദർഭങ്ങളിൽ അങ്ങനെ ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാപത്തിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണത്. അപ്പോൾ ഈ പാനപാത്രം അകന്നു പോകണമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായിട്ട് മാനവരാശിക്ക് മുഴുവൻ വരാൻ പോകുന്ന ശിക്ഷ യേശുവിൻ്റെ മേൽ വരികയാണ് ഈ ഗെത്സമനിയിൽ. ആ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ഈ പീഡാനുഭവത്തിൽ ഈശോ അനുഭവിച്ചതെല്ലാം പാപത്തിൻ്റെ ശിക്ഷയാണ്. എല്ലാം അടികൊണ്ടതും നഗ്നനാക്കപ്പെട്ടതും തുപ്പിയതും അടിച്ച് എല്ലാം. അതിനകത്ത് ഒരു പ്രത്യേക മണിക്കൂറിൽ ഒരു സംഭവമുണ്ട്. അത് പാപത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയാണ്. യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ അസ്വസ്ഥനാണ്. എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത് ഇത് വായിച്ചപ്പോഴൊക്കെ. അതായത് ഈശോ ഈ അടിയോ ഇടിയോ ഒന്നും ഈശോ എങ്ങനെ പേടിപ്പിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കർത്താവ് ഇത് ഈ മരണമൊന്നും ഒഴിവാക്കി തരാം, എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല. അങ്ങനെയൊന്നും പേടിക്കുന്ന ഈശോയുടെ പേരിൽ വെറും ദുർബലരായ മനുഷ്യർ പോലും മരണത്തെ പേടിക്കാതെ മരണത്തിൻ്റെ മുമ്പിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കർത്താവ് ഈശോ മിശിഹ അങ്ങനെ പേടിച്ചു, അങ്ങനെ ഭയപ്പെട്ടു, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊന്നും അല്ല, മറിച്ച് വേറെന്തോ ഒന്നാണ്. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ശിഷ്യന്മാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്കും അറിയില്ല, നമുക്കും ഇപ്പോൾ അറിയണ്ട എന്താണ്. അപ്പോൾ അതൊക്കെ അറിയാം. ഇപ്പോഴും ശിഷ്യന്മാർക്കും അറിയില്ല, എന്തോ ഈശോ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്ന് മാത്രമേ അറിയൂ. അപ്പോൾ ഈശോ പറയുകയാണ്, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, വായിച്ചോ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? അപ്പോൾ ഇപ്പോൾ വന്നത് ഏത് സമയത്താണ്? 10 മണിക്ക് ഈശോ വന്നു. 1 മണിക്കൂർ കറക്റ്റായിട്ട്. ഈ മർക്കോസ് ഇനി നമുക്ക് ഊഹക്കച്ചവടം ഇല്ല, എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ കാൽക്കുലേഷൻസാണ്. അപ്പം 9 to 10 പ്രാർത്ഥിച്ചു, കൂട്ടിക്കോ, 10 മണിയായപ്പോൾ വന്നു. 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 1 മണിക്കൂറായി പ്രാർത്ഥിച്ചിട്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ഈശോ എത്ര സമയം പ്രാർത്ഥിച്ചു? ഇപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, തീർന്നിട്ടില്ല, 1 മണിക്കൂർ. അപ്പോൾ 10 മണിയായി. 10 മണിക്ക് ഈശോ വന്നിട്ട് പറഞ്ഞു, വാ, 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റിയില്ലേ? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. എന്നോട് പറയണം, ഇപ്പം പറയണം, എന്താണ് പത്രോസിന് വരാൻ സാധ്യതയുള്ള പ്രലോഭനം? ഇടറും. നേരത്തെ പറഞ്ഞില്ലേ, അതായി പറഞ്ഞേ, ഇടറും. മരിക്കേണ്ടി വന്നാലും ഞാൻ ഇടറില്ല, ഇന്ന് ഈ രാത്രിയിൽ ഇടറും. സംഭവിക്കാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ബൈബിള് പറഞ്ഞു തരുന്നതായിട്ട് എൻ്റെ അറിവിൽ ഈ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഉണർന്നിരുന്ന് ദൈവമേ അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക, വേറെ വഴിയില്ല. അപ്പം ഇവിടെ പറയാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നീ പറഞ്ഞെന്താ? ആത്മാവ് സന്നദ്ധമാണ്. നീ പറഞ്ഞില്ലേ, നീ എന്നെ തള്ളിപ്പറയും, ശരിയാണ്. നിൻ്റെ ആത്മാവ് അതിന് സന്നദ്ധമാണെങ്കിലും നീ ജഡം തന്നെയാണ്, ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി, ശ്രദ്ധിച്ചോണം, വളരെ സൂക്ഷിച്ച് വായിച്ചോണം. ഇനി അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ അതേ വചനം? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ വിടുവിക്കണേ. അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3ാമതും വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും ഉറങ്ങി വിശ്രമിക്കുന്നു. അപ്പോൾ 10 മണിക്ക് വന്നു. പിന്നെ അടുത്ത് ഇപ്പോൾ വന്ന് കാണും 11 മണിക്ക് വന്നു. പിന്നെ ഇപ്പോൾ വന്ന് കാണും 12 മണിക്ക് വന്നു. ശ്രദ്ധിച്ചേ, പത്രോസ് എത്ര തവണ യേശോ തള്ളി പറഞ്ഞേ? 3.
എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേ? 3. കണക്ഷൻ കണ്ടോ? അതായത് ഈശോടടുത്ത് ഇരിക്കാൻ മടി കാണിച്ച ഓരോ നിമിഷത്തിനും ജീവിതത്തിൽ പാപത്തിൽ വീണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ഷൻ പിടികിട്ടിയോ? ഈശോടടുത്തിരിക്കാത്ത ഓരോ മിനിറ്റിനും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ ഈശോടടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈശോടടുത്തിരിക്കാത്ത നിമിഷങ്ങൾക്ക് കണക്ക് കൊടുക്കുക. അതാണ് ഈ 3 മണിക്കൂർ വന്ന് പറഞ്ഞതാ. ഈശോയ്ക്ക് വേണേ ഒരു സമയത്ത് വന്ന് പറഞ്ഞാൽ പോരെ, ഉണർന്നിരിക്കുക. അങ്ങനല്ല, 10 മണിക്ക് പറയണം, പത്രോസ് ഉറങ്ങല്ലേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. 11 മണിക്ക് പത്രോസെ ഉറങ്ങല്ലേ, 12 മണിക്ക് ഉറങ്ങല്ലേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. കാരണം എന്താ? ഉണർന്നിരുന്നില്ലെങ്കിൽ നീ വീഴും. അവൻ പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3ാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവിടെ ഈശോ പറയുന്ന വാക്കെന്താണ്? ഇതാ ഈ പറയുകയാണ്, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നു, മതി. കണ്ടോ? ഇനഫ്, മതി. മതി എന്ന് പറഞ്ഞാൽ എന്താ? മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ റെഡിയായെന്നാണ്. മതി എന്ന് പറഞ്ഞാൽ എന്ത് മതി? ഉറങ്ങിയത് മതി എന്നാണോ? അല്ല, ഉറങ്ങിയത് മതിയതല്ല. ഇവിടെ ഇരിക്കുന്നത് മതി. ഇപ്പോൾ നമ്മുടെ വന്നതിൻ്റെ പർപ്പസ് കഴിഞ്ഞു. ഞാൻ റെഡിയായി. ആ മണിക്കൂറും വരട്ടെ. കണ്ടോ? അപ്പം ഈ പ്രാർത്ഥനയുടെ തോട്ടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി തരണേ. പ്രാർത്ഥനയുടെ തോട്ടത്തിൽ നിറങ്ങുമ്പോൾ കർത്താവ് പറയാണ്, നൗ ഇറ്റ് ഈസ് സെറ്റിൽഡ്, ഞാൻ റെഡി. എന്താ പ്രാർത്ഥന? അപ്പം പറ. എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തെ അടിച്ചേൽപ്പിക്കുന്ന നല്ല പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിക്കാനുള്ള ധൈര്യം പ്രാപിക്കുന്നതാണ് പ്രാർത്ഥന. എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ബലം കിട്ടാൻ നമ്മൾ നടത്തുന്ന ആത്മീയ ശുശ്രൂഷയാണ് പ്രാർത്ഥന. പ്രയറിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ എന്താ? പ്രയറിൽ ഭക്തൻ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുകയല്ല, പ്രയറിൽ ദൈവം ഭക്തൻ്റെ മനസ്സ് മാറ്റുകയാണ്. വ്യത്യാസമുണ്ടത്. കർത്താവിൻ്റെ അടുത്തിരിക്കുന്നവനെ അത് കിട്ടൂ. അപ്പം അതുകൊണ്ടാണ് ഒരു പ്രയർ റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ നിയന്ത്രിക്കാം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ ചലിപ്പിക്കാം. കാരണം അവിടെയാണ് എല്ലാം നടക്കുന്നത് അല്ലേ? ഒരു യുദ്ധം നടക്കുന്നതിന് പ്ലാനിങ് ഇല്ലേ? ആ പ്ലാനിങ് ആണ് യുദ്ധത്തിൻ്റെ വിജയം. പ്ലാൻ പൊട്ടിയ യുദ്ധം പൊട്ടി. ആ പ്ലാനിങ് നടക്കുന്ന ആ റൂമാണ് പ്രയർ റൂം. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ റെഡിയായി. എഴുന്നേൽക്കുവിൻ, പോവാം. അപ്പോൾ മരണം 12 മണിയായേ. 12 മണിയുടെ പ്രത്യേകത എന്താ? പിശാചികൾ ഇറങ്ങുന്ന സമയമാണ്, അതാണ്? അല്ല, എന്താ 12 മണി പ്രത്യേകത? ഇത് പെസഹാ രാത്രിയാണ്. ഈ 12 മണിയുടെ പ്രത്യേകത എന്താ? മരണത്തിൻ്റെ ദൂതൻ സംഹാരത്തിനിറങ്ങി. അതാ പറഞ്ഞേ, സമയമായി, സമയമായി. ദ അവർ ഹാസ് കം. വാ, സംഹാരദൂതൻ ഇറങ്ങി. അപ്പോൾ ഈശോ പ്രിപ്പയർഡായി, ഗത്സമൻ തോട്ടത്തിൽ വെച്ച് റെഡിയായി. ഇനി ഈശോയ്ക്ക് ഒരു ചഞ്ചലചിത്തമായ മനസ്സ് കാണുന്നില്ല. ഒറ്റത്തവണ ഈശോ ഒന്ന് കരയും. അത് നമ്മൾ പിന്നീട് പറയും. ആ കരയുന്നിടത്താണ് ആ മണിക്കൂർ കിടക്കുന്നത്. അത് മാറണേന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ കാണാതെ, മനസ്സിലായോ? അത് ഒറ്റത്തവണ. ബാക്കി ഇനി നമ്മൾ കാണാൻ പോകുന്നത് മർക്കോസിൻ്റെ പീഡാനുഭവ വിവരണങ്ങളനുസരിച്ച് ഈശോ അചഞ്ചലനായിട്ട് നിൽക്കും. റെഡി, എവറിതിങ് ഈസ് സെറ്റിൽഡ്, ദ അവർ ഹാസ് കം. വാ, പോവാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.